LDC പരീക്ഷയിലുള്ള ചോദ്യങ്ങള്, അതിലുള്ള കമ്പ്യൂട്ടർ ചോദ്യങ്ങള്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു സെറ്റിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ ഖാദി ബോർഡ് LDCയിൽ ഒരു 3 IT ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. LD പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ടുകൾ കൂടി പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ ഈ ഏരിയയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കറിയാം എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എഡ്ജ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറാണ്. എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് ബ്രൗസറാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള, ബൈ ഡിഫോൾട്ട് നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലുള്ള വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എഡ്ജ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ഞാൻ ഉത്തരത്തിലേക്ക് എത്താം കേട്ടോ. അപ്പോ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ് എഡ്ജ്. ആദ്യം ഏതായിരുന്നു? നമുക്കറിയാം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അല്ലെ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു ആദ്യം ഡിഫോൾട്ട് വെബ് ബ്രൗസർ. വിൻഡോസ് 10 മുതലാണ് ഡിഫോൾട്ട് ബ്രൗസർ ഏതായിട്ട് മാറിയത്? നമ്മുടെ എഡ്ജ് ആയിട്ട് മാറിയത് കേട്ടോ. ഓക്കെ, യെസ്. അതായത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു മൈക്രോസോഫ്റ്റിലെ ഡിഫോൾട്ട് ബ്രൗസർ. വിൻഡോസ് 10 ഇറങ്ങിയതിന് ശേഷമാണ് ഡിഫോൾട്ട് വെബ് ബ്രൗസർ ഏതായിട്ട് മാറിയത്? എഡ്ജ് ആയിട്ട് മാറിയത്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ആണ്, വിൻഡോസിന്റെ ആണ് എഡ്ജ് എന്നറിയുന്നവരായിരിക്കും എല്ലാവരും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? യെസ്. ഇനി എന്താ പറയാ, ത്രെഷോൾഡ്, അല്ലെ? ആ കൂട്ടത്തിലേക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ത്രെഷോൾഡ് എന്നറിയപ്പെടുന്ന വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നറിയാമോ? ത്രെഷോൾഡ് എന്ന കൂടുനാമമുള്ള വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് വിൻഡോസ് 10 ആണ്. വിൻഡോസ് 10 ആണ്. ത്രെഷോൾഡ് എന്ന കൂടുനാമമുള്ള വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 10 ആണ് എന്ന് പഠിച്ചു നോക്കാം. ഇനി മറ്റൊരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ്. കോർട്ടാന എന്ന് പറയുന്ന വെർച്വൽ അസിസ്റ്റന്റ്. ഓക്കെ, കോർട്ടാന എന്ന് പറയുന്ന വെർച്വൽ അസിസ്റ്റന്റ് സിസ്റ്റം ഏത് OS ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വെർച്വൽ അസിസ്റ്റന്റ് ആണ്. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ കോൾ, ഇന്ന ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കോൾ ചെയ്യുന്ന വെർച്വൽ അസിസ്റ്റന്റ് സിസ്റ്റം ഇല്ലേ? നമ്മളെ സിറിയൊക്കെ ഇല്ല, ആപ്പിളിലെ സിറിയൊക്കെ ഇല്ല, അതേപോലെ തന്നെ വിൻഡോസിലുള്ള വെർച്വൽ അസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ പേരാണ് കോർട്ടാന. അതും ഈ റീസെന്റ് ആയിട്ട് PSC ചോദിച്ചതാണ്. ത്രെഷോൾഡ് എന്ന കൂടുനാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൻഡോസ് 10 ആണെന്ന് പഠിച്ചു വെക്കാം. വിൻഡോസ് 10 മുതലാണ് ഡിഫോൾട്ട് ബ്രൗസർ എഡ്ജായി മാറിയത്. ആദ്യത്തെ ബ്രൗസർ, ഡിഫോൾട്ട് വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം കേട്ടോ. ഇനി ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ആണോ? നമ്മൾ പറയുമ്പോ തന്നെ പറയുന്നത് എന്താണ്? അഡോബ് ഫോട്ടോഷോപ്പ്, അല്ലെ? അഡോബ് ഫോട്ടോഷോപ്പ് എന്നാണ് നമ്മൾ പറയാ. അഡോബ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ് എന്ത്? ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ, മൈക്രോസോഫ്റ്റിന്റെ അല്ല. യെസ്, അഡോബ് നമ്മൾ കുറെ, അഡോബ് ഇൻഡിസൈൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇൻഡിസൈൻ, അല്ലെ? അഡോബ് ഇലുസ്ട്രേറ്റർ, യെസ്. പിന്നെ അഡോബ് പേജ് മേക്കർ. യെസ്, ഇങ്ങനെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ് കൂടുതലും അഡോബ് കമ്പനി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ അഡോബിന്റെ ആണെന്ന് പഠിച്ചു വെക്കാം, മൈക്രോസോഫ്റ്റിന്റെ അല്ല. അപ്പൊ അത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ ആണെന്നറിയാത്തവർ ഒരാളും ഉണ്ടാവില്ല, അല്ലെ? യെസ്, മാക്കിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്റ്റീവ് ജോബ്സ് ആണ്. മാക്കിന്റെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കാം? iOS എന്ന് വിളിക്കാം, അല്ലെ? സ്റ്റീവ് ജോബ്സ് ആണ് ഫൗണ്ടർ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. യെസ്, അപ്പോ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ കമ്പനിയുടെ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ
എത്രയോ തവണ പഠിച്ചതാണ്. ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് അല്ലെ. ആരൊക്കെയാണ് ആൻഡ്രോയിഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ആൻഡി റൂബിൻ ആൻഡ് റിച്ച് മൈനർ. ആൻഡി റൂബിനും റിച്ച് മൈനറും കൂടെ കണ്ടുപിടിച്ച ഗൂഗിൾ കമ്പനിയുടെ ലിനക്സ് ബേസ്ഡ് ആയിട്ട് കേട്ടോ. ലിനക്സ് ആണ് ഇതിന്റെ കേണൽ ഇതിന്റെ അടിസ്ഥാന പ്രോഗ്രാം എന്ന് പറയുന്നത് ലിനക്സ് ആണ്. ഓക്കെ, അപ്പൊ അവര് കണ്ടുപിടിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഗൂഗിൾ കമ്പനിയുടെ ആണ്. ലിനക്സിലാണ് ബേസ് ചെയ്യുന്നത്. ലിനക്സ് ആണ് ഇതിന്റെ കേണൽ. ആൻഡി റൂബിനും റിച്ച് മൈനറും ആണ് കണ്ടുപിടിച്ചത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? 1, 3, 4 ശരിയാണ് എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. എത്തിയായിരുന്നോ? സിമ്പിൾ ആയിട്ട് എത്താവുന്നതേ ഉള്ളൂ അല്ലെ. യെസ്, ഒന്നാദ്യം വെട്ട. കാരണം ആൻഡ്രോയിഡും എഡ്ജും എല്ലാം അറിയാം അല്ലെ. മാക്കും 1, 3 എന്തായാലും ശരിയാണെന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ ഇത് വെട്ടാം, പിന്നെ ഇതും വെട്ടാം അല്ലെ. പിന്നെ ഇത് മൂന്നാമത്തത്, രണ്ടാമത്തത് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ അല്ല എന്നുള്ളതോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഗൂഗിളിന്റെ ആണെന്ന് അറിയെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അതായിരുന്നു LDC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു കമ്പ്യൂട്ടറിന്റെ ചോദ്യം കേട്ടോ. യെസ്, അപ്പോ ഇവിടെ യെസ്. അടുത്ത ചോദ്യം ഇവിടെ നോക്കിയേ നിങ്ങള്. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് ബൈറ്റ്, ടെറാബൈറ്റ് വിട്ടുപോയത് പൂരിപ്പിക്കുക. എന്താണ്? KMGT+Z അല്ലെ. നമ്മളെ കോഡ് ഉണ്ട് KMGT+Z അല്ലെ. KMGT+Z ഇതാണ് നമ്മളെ കോഡ്. യെസ്, ഓക്കെ. കിലോ, മെഗാ, ജിഗ, ടെറ. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്നതന്നെ ഉള്ളൂ. 1024 KB ഒരു MB ആയി മാറും, MB GB ആയി മാറും, GB TB ആയി മാറും, പിന്നെ PB ആയി മാറും, EB ആയി മാറും, ZB ആയി മാറും, YB ആയി മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വിട്ടുപോയത് ഏതാന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. യെസ്, അതെ, യെസ്, ജിഗാബൈറ്റ് ആണ് എന്നുള്ളത് കിട്ടും അല്ലെ. ജിഗാബൈറ്റ് ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഈ ഒരു ഏരിയ ഓടിച്ചൊന്ന് നോക്കാം കേട്ടോ. കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രധാനമായിട്ടും പ്രാഥമിക മെമ്മറി, ദ്വിതീയ മെമ്മറി എന്നിങ്ങനെ രണ്ടായിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കമ്പ്യൂട്ടറിന്റെ എല്ലാ കമ്പ്യൂട്ടർ മെമ്മറിയുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രോഗ്രാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതേതാണ്? ബിറ്റ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. യെസ്, അതായത് മെമ്മറി അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ബൈറ്റ് ആണ്. പക്ഷേ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് യെസ്, അതായത് നമ്മളെ അളവുകോലിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബൈറ്റ് ആണ്. ഓക്കെ, പക്ഷേ ഫിസിക്കലി മെമ്മറിയുടെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് ബിറ്റ് ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ. അളവുകോൽ കേട്ടോ, അളക്കുന്ന, മെമ്മറി അളക്കുന്ന കേട്ടോ. ബിറ്റ് വെച്ചിട്ട് അളക്കാൻ പറ്റൂല, അത് ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ബിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? മെഷർമെന്റ് സാധിക്കില്ല. അളവുകോൽ, മെഷർമെന്റ് ഉള്ള ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബൈറ്റ് ആണ്. പക്ഷെ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുക. ബിറ്റ് ആണ് അതിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഞാൻ സമയം കളയേണ്ട കാര്യമില്ല അല്ലെ. 0, 1 എന്ന് പറയുന്നതാണ് ബിറ്റുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം 8 ബിറ്റ് അല്ലെ. 8 ബിറ്റുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ആയി മാറുന്നത്. ഓക്കെ, യെസ്, ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1 ആണ്. അത്തരം 8 ബിറ്റുകൾ കൂടി ചേരുമ്പോഴാണ് ബൈറ്റ് ആയി മാറുന്നത്. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്, 4 ബിറ്റ് ഒരു നിബിൾ ആണ്. ഓക്കെ, അപ്പൊ 2 നിബിൾ എന്തായിരിക്കും? 2 നിബിൾ എവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ഇന്നലെ, ഗ്രൂപ്പിൽ ആരോ ഇട്ടാൻ തോന്നുന്നു അല്ലെ. 2 നിബിൾ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ? അങ്ങനെ ചോദിക്കും. ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ 2 നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 8 ബിറ്റ്. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബൈറ്റ് കിട്ടൂലേ. യെസ്, അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ മെമ്മറിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും കേട്ടോ. യെസ്, ഇപ്പൊ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. യെസ്, 8 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 4 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് ഏതെന്ന് പറയുന്നത്. യെസ്, അതെ, ഇന്ന് ചോദിച്ചു 2 KB ചോദിച്ചു അല്ലെ. യെസ്, പിന്നെ ഇപ്പൊ ഞാൻ അതിലേക്ക് വരാം. ഇത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. ഇന്നത്തെ ചോദ്യമാണ്. ഇന്ന് ഖാദി ബോർഡ് LDCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. യെസ്, എന്തായിരുന്നു ചോദ്യം? ഞാൻ ഇത് എടുക്കാം, ചോദ്യം എടുക്കാം കേട്ടോ. യെസ്, അപ്പൊ 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 2 KB എത്രയാണെന്നാ ചോദിച്ചത് അല്ലെ. എന്തായിരുന്നു ചോദ്യം? നമുക്ക് എടുക്കാം ഇപ്പൊ കേട്ടോ. ആ ചോദ്യം ഇനി ഇതിൽ നിന്ന് എടുക്കണം. ഞാൻ നോക്കാം. ഓക്കെ, യെസ്, അപ്പൊ 1 KB എന്ന് പറയുന്നത്, 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണ് കേട്ടോ. യെസ്, അപ്പൊ PS ചോദിച്ച ഇതാണ്. ഇന്ന് 2 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് എന്നാണ് ഇന്ന് PS ചോദിച്ചത്.
2 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് ആണ്? 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ 2 KB യോ 1024 ഇൻറ്റു 2 അതായത് 2048 ബൈറ്റ്സ് 2048 ബൈറ്റ്സ് കേട്ടോ. അപ്പൊ 2048 എന്നുള്ള ആൻസർ അവിടെ കിട്ടും. അപ്പൊ അത് മാത്തമാറ്റിക്സ് വെച്ചിട്ട് ഈ പറയുന്ന ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പല ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പൊ 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണെങ്കിൽ 2 KB എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻറ്റു 1024. ഇനി 3 KB ആണെങ്കിലോ 3 ഇൻറ്റു 1024. ഓക്കെ, 2 KB ആണെങ്കിൽ 2 ഇൻറ്റു 1024, 3 KB ആണെങ്കിൽ 3 ഇൻറ്റു 1024, 4 KB ആണെങ്കിൽ 4 ഇൻറ്റു 1024. ഇങ്ങനെ 1024 മൾട്ടിപ്പിൾ ആയിട്ട് പോകും. അത്രയും KB ആയിട്ട് പോകുമ്പോൾ കേട്ടോ. അപ്പൊ ഇതിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 1 KB is equal to 1024 bytes. ഇനി ഒരു MBയോ, ഒരു MB എന്ന് പറയുന്നത് 1024 KB ആണ്. ഒരു GBയോ, ഒരു GB എന്ന് പറയുന്നത് 1024 MB ആണ്. ഒരു TB എന്ന് പറയുന്നത് 1024 GB ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ KMGT/Z എന്ന് പറയുന്ന ഓർഡറിൽ അങ്ങനെ പോകും. ഓക്കെ, 1024 KB ആണ് ഒരു MB, 1024 MB ആണ് ഒരു GB, 1024 GB ആണ് ഒരു TB, 1024 TB ആണ് ഒരു PB, 1024 PB ആണ് ഒരു EB, ZB, YB ഇങ്ങനെ പോകും കേട്ടോ. ഇത് പെറ്റാബൈറ്റ് അറിയാം എല്ലാവർക്കും അല്ലെ. ഇനി എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്. അതങ്ങനെ പോകും കേട്ടോ. KMGT/Z എന്ന് മിനിമം ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നിബിളിന്റെ കാൽക്കുലേഷൻ ഓർത്ത് വെക്കാം. ഈ പറയുന്ന KB, MB, GB കാൽക്കുലേഷനും ഓർത്ത് വെക്കാം തീർച്ചയായിട്ടും കേട്ടോ. ഒന്നുകൂടി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 1024 PB എന്ന് പറയുന്നത്, സോറി, ഒരു PB എന്ന് പറയുന്നത് 1024 TB ആണ്. കോമ്പിനേഷൻ അല്ലെ. 1024 PB ആണ് ഒരു EB ആയി മാറുക, 1024 EB ആണ് ഒരു ZB ആയി മാറുക. ഓർഡർ ഓർത്താൽ മതി, Z എന്ന് ഓർത്താൽ മതി. 1024 അങ്ങനെ കവർ ചെയ്ത് പോകും കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും കിട്ടണം. അപ്പൊ മെമ്മറിയുടെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ് അളക്കുന്ന, മെമ്മറി അളക്കുന്ന ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? ബൈറ്റ് ആണ് കേട്ടോ. 8 ബിറ്റ് ആണ് എന്ത്? ഒരു ബൈറ്റ്. 4 ബിറ്റ് ആണ് ഒരു നിബിൾ. ഇതാണ് അതിന്റെ ബേസിക് കാര്യങ്ങൾ കേട്ടോ. ഇനി 1024 ബൈറ്റ് ആണ് എന്ത്? ഒരു KB. പിന്നെ 1024 KB ആണെന്ത്? ഒരു MB. ഇനി 1024 MB ആണെന്ത്? ഒരു GB. അങ്ങനെ KMGT/Z എന്ന് പറഞ്ഞ ഓർഡറിൽ പോവും. അത് എല്ലാ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം കേട്ടോ. ഇനി 1024 എന്തെന്ന് എഴുതാറുണ്ട്? 2⁻10 എന്ന് എഴുതാറുണ്ട് അല്ലെ. ഇനി MBയിലേക്ക് വരുമ്പോഴോ അത് 2⁻10 ബൈറ്റ്സ്. ഇത് 2⁻20 ബൈറ്റ്സ് ആണ്. കാരണം ഒരു 1024 കൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇത് 2⁻30 ബൈറ്റ് ആണ്. ഇങ്ങനെയും PSC ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ അല്ലെ. അതായത് 1024 അങ്ങനെയല്ലേ പോകുന്നത്. അതായത് 2⁻10 × 2⁻10 × 2⁻10 അങ്ങനെ പോകുന്നു. A/m × A/n = A/m+n. അപ്പൊ 10 കൂട്ടി പോകുന്നു. 10, 20, 30 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും കേട്ടോ. അതും മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം PSC ചോദിച്ച അടുത്തൊരു ചോദ്യം ഇതായിരുന്നു. ഏതായിരുന്നു? ഇത് PSCയുടെ ചോദ്യമല്ല. ഇതേ സമയത്ത് തന്നെ വന്ന ഒരു സെറ്റ് പരീക്ഷയിലെ ചോദ്യമാണ്. അത് നമ്മൾ കാണാത്തൊരു ചോദ്യം ആയതുകൊണ്ട് നമ്മൾ എടുത്തതാണ്. വാട്ട് ഈസ് ജ്യൂസ് ജാക്കിംഗ്? ആർക്കെങ്കിലും അറിയാമോ? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കമ്പനി സഫേർഡ് a ransomware cyber attack where hackers caused an outage in its email hosting service affected thousands of customers. ആണോ? Type of cyber attack linked with AI and other next generation technologies, web threats, frauds and scamming scenarios to get more intricate and challenging to detect. Ano? Type of cyber attack where hackers rig publicly accessible USB power charging stations like those found at airport, rail stations, malls with malware and hardware modification to illegally across data connected mobile ഡിവൈസസ്. ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ പബ്ലിക് സ്പേസിലൊക്കെ വെച്ച്, ഇത് ന്യൂസിലും കൂടെ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചോദിക്കാനുള്ള സാധ്യത കേട്ടോ. ചോദിക്കാൻ ഇനിയും സാധ്യതയുണ്ട് കേട്ടോ. ജ്യൂസ് ജാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പബ്ലിക് സ്പേസിൽ വെച്ച, ഇപ്പൊ കണ്ടിട്ടില്ലേ നിങ്ങൾ, എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷൻസിലും മാളിലൊക്കെ കോമൺ ചാർജിങ് പോയിന്റ്സ് ഉണ്ടാവും. അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സൈബർ ക്രൈം ആണ് എന്ത്? ജ്യൂസ് ജാക്കിംഗ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ജ്യൂസ് ജാക്കിംഗ്.
Okay, a type of cyber attack where hackers rig publicly accessible USB power charging stations like found at airport, railway stations, malls, where with malware and hardware modification to illegally access the data connected mobile devices. Yes, അപ്പൊ അതാണ് എന്ത് ജ്യൂസ് ജാക്കിംഗ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാട്ടോ. ജ്യൂസ് ജാക്കിംഗ് നോട്ട് ചെയ്ത് വെക്കാം. ജ്യൂസ് ജാക്കിംഗ്. യെസ്, അപ്പൊ അത് പഠിച്ചു വെക്കാം. മുമ്പ് എപ്പോഴോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്, ജ്യൂസ് ജാക്കിംഗ്. അത് എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പണ്ട് SIയുടെ മെയിൻസ് ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. 1 വർഷമായിട്ട് 1.5 വർഷമായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ജ്യൂസ് ജാക്കിംഗ് അതാണ്, തെറ്റിക്കാതെ പഠിച്ചു വെക്കണേ. ഇനി പരീക്ഷയ്ക്ക് കണ്ടു കഴിഞ്ഞാലും ഓർത്ത് വെക്കണം കേട്ടോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ യെസ്, റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഈ ക്ലാസ്സിൽ. LDCയുടെ മാത്രമല്ല റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെറ്റിന്റെ തന്നെ ഇനിയൊരു ചോദ്യം വരുന്നുണ്ട്, നല്ലൊരു ചോദ്യം വരുന്നുണ്ട്. യെസ്, അപ്പൊ ആൻസർ C ആണ് എന്നുള്ളത് അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. തെളിച്ചത്തിന് ഇത്തിരി സമയം കൂടുതലാണല്ലോ. യെസ്, അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത്, കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, LAN, WAN, CAN, MAN. യെസ്, കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്ന് വിഷയം നമ്മളെ ക്ലാസ് എടുത്ത് പറഞ്ഞതാണ്. ബേസിക് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? LAN, MAN ആൻഡ് WAN കേട്ടോ. ബേസിക് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഏതാണ്? LAN, MAN ആൻഡ് WAN ആണ്. ഓക്കെ, യെസ്. ഇനി അതിന്റെ ഇടയിൽ വരുന്ന ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്ക് ടൈപ്പ് ആണ് ഏത്? PAN, CAN, SWAN അല്ലെ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുത്തു പഠിച്ചത്. SWAN കേട്ടോ. യെസ്, SWAN എന്നും പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഇത് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരും CAN തന്നെ ആയിരിക്കും എഴുതി ഉണ്ടാവുക. ഇനി ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചോദ്യം ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. യെസ്, ഡിലീറ്റ് ചെയ്യാതിരിക്കട്ടെ, CAN തന്നെ ആവട്ടെ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് CAN നെറ്റ്വർക്കിന്റെ ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, പക്ഷെ ബേസിക് ടൈപ്പ് അല്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക കേട്ടോ. യെസ്, ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ലാനും മാനും വാനും എന്താണ്? ബേസിക് ടൈപ്പ് ആണ്. പാന്, ക്യാന്, സ്വാൻ എന്ന് പറയുന്ന അതിന്റെ ഇടയിലുള്ള ഒരു വെർച്വൽ ടൈപ്പ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ക്യാന് തന്നെയാണ് ആൻസർ. പ്രൊവിഷണൽ കീയിലും ക്യാന് തന്നെയാണ്. ഇനി ആരും കൊടുക്കാതിരിക്കട്ടെ കേട്ടോ. യെസ്, അപ്പൊ അക്കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അക്കൂട്ടത്തിൽ നമുക്ക് എന്താ പറയാനുള്ളത്, എന്താ ക്യാൻ എന്നും കൂടി മനസ്സിലാക്കി വെച്ചോ നിങ്ങൾ. അടുത്ത പരീക്ഷയ്ക്ക് ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാലോ. വിവിധതരം നെറ്റ്വർക്ക് ടൈപ്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കണക്ഷൻ ഏരിയയുടെ അടിസ്ഥാനത്തിൽ പലതായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ? പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. CAN, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. യെസ്, MAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. SWAN, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം ലാനും മാനും വാനുവേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ CAN ഒരു പരീക്ഷയ്ക്ക് PSC തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഡിലീഷൻ കൊടുക്കുക കേട്ടോ. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു പരീക്ഷയ്ക്ക്. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതെന്താന്നുള്ളത് മനസ്സിലാക്കണം, അത് പഠിക്കുകയും വേണം. പക്ഷെ അതെന്തല്ല, ബേസിക് ടൈപ്പ് അല്ല. ബേസിക് ടൈപ്പ് ലാനും മാനും വാനുമാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമുക്കറിയാം. ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ് എന്ത്? പാൻ എന്ന് പറയുന്നത്. പാൻ ശൃംഖല ഉണ്ടാകുവാൻ USB കേബിളുകൾ പോലെയുള്ള ഗൈഡഡ് മാധ്യമവും ബ്ലൂടൂത്ത് ഇൻഫ്രാറെഡ് പോലെയുള്ള അൺഗൈഡഡ് മാധ്യമവും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ വയർഡ് ആയിട്ട് USB ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള മാധ്യമമോ അല്ലെങ്കിൽ വയർഡ് അല്ലാതെ ബ്ലൂടൂത്തോ ഇൻഫ്രാറെഡോ റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാം. മൊബൈൽ ഫോണിനെയും പിന്നെ ലാപ്ടോപ്പിനെയും കണക്ട് ചെയ്യാം. മൊബൈൽ ഫോണിനെയും ഇയർബഡ്സിനെയും തമ്മിൽ ഇയർഫോണിനെയൊക്കെ കണക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പേഴ്സണൽ ഡാറ്റ ഡിവൈസുകളെ PDA കേട്ടോ. PDA എന്ന് പറയുന്ന ടേം അവിടെ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കണം. PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് കേട്ടോ. നമ്മുടെ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസുകളെ, പേഴ്സണൽ ആയിട്ടുള്ള ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, PDAസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻ യൂസ് ചെയ്യുന്നത് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് പാൻ ആണ് കേട്ടോ. ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് പഠിച്ചു വെക്കാം?
പാൻ ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. പിന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇതൊന്നും ഞാൻ സമയം കളയുന്നില്ല. ഒരു റൂമിനോ ഒരു കെട്ടിടത്തിനോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ ഉള്ള ചെറിയൊരു നെറ്റ്വർക്കിനെയാണ് ലാൻ എന്ന് വിളിക്കുന്നത്. ഏതാനും കിലോമീറ്ററോ ഏതാനും മീറ്ററോ ആയിരിക്കും അതിന്റെ പരിധി എന്ന് പറയുന്നത്. ഇവിടെ ഗൈഡഡ് മാധ്യമം, ഗൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ, വയർ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഗൈഡഡ് മീഡിയ. യെസ്, ഗൈഡഡ് മീഡിയ UTP കേബിളുകൾ, കോയാക്സിയൽ കേബിളുകൾ തുടങ്ങിയ ഉപയോഗിച്ച് വയർലെസ് മാധ്യമം ഇൻഫ്രാറെഡ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചും സ്ഥാപിക്കാവുന്നതാണ്. അതായത് ഒന്നുകിൽ വയർ ഉപയോഗിച്ച് ഈ പറയുന്ന UTP കേബിള്, പിന്നെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നുള്ളതാണ് UTP. അതൊക്കെ കണ്ടില്ലേ നിങ്ങള്, നെറ്റ്വർക്ക് കേബിള് അതിങ്ങനെ ഷീൽഡ് ചെയ്തിട്ട് മീൻസ് പിന്നെ 8 കളർ കോമ്പിനേഷനിൽ വരുന്ന നെറ്റ്വർക്ക് കേബിൾസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ലാൻ കേബിള് അല്ലെ. യെസ്, വൈറ്റ് ഓറഞ്ചും പിന്നെ ഗ്രീൻ വൈറ്റും പിന്നെ എന്താണ് ബ്ലൂ വൈറ്റും ബ്രൗൺ വൈറ്റും അങ്ങനെ 8 കളർ കോമ്പിനേഷനിൽ വരുന്ന കേബിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കേബിൾ, നെറ്റ്വർക്ക് കേബിൾ, നോർമലി ഉള്ള നമ്മുടെ പിന്നെ ഈ RJ45 കണക്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് കേബിളുകൾ വഴിയുള്ള പിന്നെ കണക്ഷൻ ഗൈഡഡ് മാധ്യമം ലാനിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വയർലെസ് ആയിട്ട് ഇൻഫ്രാറെഡോ റേഡിയോ തരംഗങ്ങളോ ഉപയോഗിച്ചിട്ടോ ലാനിലെ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് കേട്ടോ. ഇനി അൺഗൈഡഡ് മാധ്യമം ഉപയോഗിച്ചാണ് ലാൻ സ്ഥാപിക്കുന്നതെങ്കിൽ വയർലെസ് ലാൻ അല്ലെങ്കിൽ WLAN എന്ന് അതിനെ വിളിക്കാം കേട്ടോ. വയർ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഒരു ഓഫീസിൽ നെറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ അൺഗൈഡഡ് മാധ്യമം അതല്ലെങ്കിൽ വയർലെസ് ലാൻ WLAN എന്ന പേരിലും അറിയപ്പെടുന്നു കേട്ടോ. ഒരു ഓഫീസിനുള്ളിൽ ഒരു കെട്ടിടത്തിനുള്ളിലുള്ളതാണ് എന്ത്, നമ്മുടെ ലാൻ കണക്ഷൻ എന്ന പോയിന്റും പ്രത്യേകം എടുത്ത് പറയാം. ഇനി പിന്നെ വയർലെസ് ലാനിൽ നമ്മൾ പറഞ്ഞു വയർ ഉപയോഗിച്ചുകൊണ്ട് UTP കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാൻ കണക്ഷൻ സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടും നമുക്ക് കണക്ഷൻ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. വയർലെസ് ലാനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എന്ത്, വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ WLAN എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. വാപ്പ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ WLANൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിന്റെ പേരാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. അപ്പൊ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഓക്കെ. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അത്തരം ചെറിയ ഏരിയയിലാണ് ഏത് യൂസ് ചെയ്യുന്നത്, ലാൻ യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു വെക്കാം. ലാനിന്റെയും പാനിന്റെയും കുറച്ച് കാര്യങ്ങളും അവിടെ പറഞ്ഞു. കുറച്ച് പെട്ടെന്ന് നമുക്ക് പോകേണ്ടതുണ്ട് അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അതിന്റെ ഇടയിൽ ലാനിന്റെ മുകളിൽ നിൽക്കുന്നതാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഏതാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പഠിച്ചു വെക്കാം. ഒരു ക്യാമ്പസിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന നെറ്റ്വർക്ക് ആണ് എന്ത്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പഠിച്ചു വെക്കാം. ലാനിനേക്കാൾ വലുതും എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള മാനിനേക്കാൾ ചെറുതുമായിട്ടുള്ള അതിന്റെ ഇടയിൽ നിൽക്കുന്ന നെറ്റ്വർക്ക് ആണ് ഏത്, യെസ്, ഈ പറയുന്ന ക്യാമ്പസ് ഏരിയ. ഒരു വലിയ കോളേജ് ആണെങ്കിൽ ഒരു കെട്ടിടം മാത്രമല്ലല്ലോ, കെട്ടിടം മാത്രമാണെങ്കിൽ നമുക്ക് ലാൻ എന്ന് പറയാം അല്ലെ. യെസ്, ഒരു വലിയ ക്യാമ്പസ് ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡിവൈസുകളെയും എല്ലാ ഓഫീസുകളെയൊക്കെ ബന്ധിപ്പിക്കാനുള്ള ഒരു നെറ്റ്വർക്കാണ് ക്യാൻ എന്ന് പറയുന്നത്. ഒരു വെർച്വൽ സങ്കല്പമാണ്, എല്ലാം ഇൻഡിവിജ്വൽ ലാനുകളായിട്ട് അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് കൂട്ടത്തിൽ പെടാത്തത് എന്ന അർത്ഥത്തിൽ വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഒരു വലിയ ക്യാമ്പസ് ആണെങ്കിൽ അതിൽ ഇംഗ്ലീഷിന് ഒരു ബ്ലോക്ക് ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസിന് ഒരു ബ്ലോക്ക് ഉണ്ടാവും, മലയാളത്തിന് ഒരു ബ്ലോക്ക് ഉണ്ടാവും. ഇതിന് ഓരോ ക്യാമ്പസുകളിൽ ഓരോ ഇൻഡിവിജ്വൽ ബിൽഡിങ്ങിലും ഓരോ ലാൻ കണക്ഷൻ ആണ്. ഓക്കെ, ആ ലാൻ കണക്ഷനിലെ കോമ്പിനേഷനെ വെർച്വലി നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ക്യാൻ. അല്ലാതെ ഒരു ക്യാൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഒഫീഷ്യലി ഇല്ല കേട്ടോ. പക്ഷെ ഈ ഒരു നെറ്റ്വർക്ക് എന്താണ് അൺഒഫീഷ്യലി ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. ലാനിനേക്കാൾ വലുതും എന്നാൽ ഇനി അതിന് തൊട്ടു മുകളിലുള്ള മാനിനേക്കാൾ ചെറുതുമായ നെറ്റ്വർക്കാണ് ക്യാൻ എന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിന്റെ മറ്റൊരു പേരാണ് കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് അതല്ലെങ്കിൽ ഇതിനെ കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു കേട്ടോ. കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ എത്തി പേഴ്സണൽ ആയിട്ടുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യാനുള്ള പാൻ, ഒരു ബിൽഡിംഗ് ഓഫീസ് ഇതിനെ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാൻ, ഒരു എന്താ പറയാ പിന്നെ ക്യാമ്പസിനെ കണക്ട് ചെയ്യാനുള്ള കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക് ക്യാൻ. അതും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു നഗരപരിധിക്കുള്ളിൽ വരുന്ന നെറ്റ്വർക്ക് ആണ് മാൻ എന്ന് പറയുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാനിന്റെ വൃത്തപരിധി 100 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കും. മാനിന്റെ വൃത്തപരിധി എത്ര കിലോമീറ്റർ വരെ, 100 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കും. ലാൻ ശൃംഖലകളെയും സ്വകാര്യ കമ്പ്യൂട്ടറുകളെയും പരസ്പരം ബന്ധിപ്പിച്ചാണ് മാൻ സ്ഥാപിക്കുന്നത്. യെസ്, ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ടി വി നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അത് ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണെന്നുള്ളത് ഇന്ന് ഖാദി ബോർഡ് LDCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കേബിൾ ടി വി, യെസ്, അത് മാനിന് ഉദാഹരണമാണ് എന്ന പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യെസ്, കേബിൾ ടി വി നെറ്റ്വർക്ക് എന്തിന് ഉദാഹരണമാണ്, യെസ്, അത് മാനിന് ഉദാഹരണമാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. യെസ്, മാനിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഗവൺമെന്റിനോ ഒരു വലിയ സ്ഥാപനത്തിനോ ആയിരിക്കും. ഇതിന് ഉദാഹരണമാണ് എന്ത്, കേബിൾ ടി വി നെറ്റ്വർക്ക്. ഒരു നഗരത്തിനുള്ളിലാണല്ലോ ഒരു കേബിൾ ടി വി ഉണ്ടാവും അല്ലെ.
അതായത് ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് നിൽക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തുള്ള കേബിൾ ടി വിക്കാരനും ഇവിടെയുള്ള കേബിൾ ടി വിക്കാരനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം ഇത് ഈ നഗരത്തിൽ മാത്രമുള്ളതാണ്, അത് അവിടെ ആ നഗരത്തിൽ മാത്രമുള്ളതാണ്. ഇനി റേഡിയോ സ്റ്റേഷൻസ്, ഇപ്പോ എന്താ പറയാ, കോഴിക്കോട് FM, മഞ്ചേരി FM എന്നൊക്കെ പറയുന്ന FM സ്റ്റേഷൻസ് ഇല്ലേ, അതൊരു ജൂറിസ്ഡിക്ഷനിലുള്ളതാണ്, ഒരു ദൂരപരിധിക്കുള്ളിലുള്ളതാണ്. അവിടെ മാത്രമേ അത് കിട്ടുള്ളൂ. 1 കിലോമീറ്റർ, ഒരു 100 കിലോമീറ്റർ പരിധി അല്ലെങ്കിൽ ഒരു ജൂറിസ്ഡിക്ഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഈ കേബിൾ ടി വിക്കാരും റേഡിയോ നെറ്റ്വർക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോ അതിനുള്ള അതാണ് ഏത് കേബിൾ ടി വി ഒക്കെ ഏതിന് ഉദാഹരണമാണ്? മാൻ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ആദ്യത്തെ കേസിൽ പഠിച്ച പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസുകളും കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്ന മാനിലുള്ളത്, സോറി പാനിലുള്ളത് കേട്ടോ. പിന്നെ ഒരു ഓഫീസ് പർപ്പസ്, അതുപോലെ തന്നെ നമ്മുടെ വൈഫൈ കണക്ഷൻ, ഇതൊക്കെയാണ് ലാൻ കണക്ഷനിൽ പറയാൻ സാധിക്കുക. ഒരു ക്യാമ്പസിനകത്തുള്ള നെറ്റ്വർക്കാണ് ക്യാന്. കേബിൾ ടി വി പോലത്തെ, റേഡിയോ സ്റ്റേഷൻ പോലത്തെ കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ഒരു 100 കിലോമീറ്റർ പരിധിയിലുള്ള നെറ്റ്വർക്കാണ് ഇത് മാൻ എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോ ഖാദി ബോർഡ് LECയിലെ ഒരു ചോദ്യമായിരുന്നു, കേബിൾ ടി വി നെറ്റ്വർക്ക് ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ പരീക്ഷയിലെ 2 ചോദ്യം ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തേ. ഖാദി ബോർഡ് പരീക്ഷയുടെ അന്നാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ ചോദ്യം 2 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. അത് 2048 ബൈറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. കേബിൾ ടി വി നെറ്റ്വർക്ക് ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാന്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് എന്ന പോയിന്റും നമ്മൾ പഠിച്ചു കേട്ടോ. യെസ്, ഇനി നമുക്ക് അതും കഴിഞ്ഞിട്ട് എന്താണ് സ്വാൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് ഇത്രയേ ഉള്ളൂ. ഒരു സംസ്ഥാനത്തിനകത്തുള്ള നെറ്റ്വർക്കാണ് ഇതെന്ന് പറയുന്നത് സ്വാൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഇന്ത്യയിൽ ഇപ്പോ പലയിടങ്ങളിൽ ഇത് ഉണ്ടാവാറുണ്ട്. മണിപ്പൂരിൽ കലാപം നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. ജമ്മു കശ്മീരിൽ കലാപം നടക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും നെറ്റ്വർക്ക് ഉപയോഗിക്കാനുള്ള, ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അധികാരം 69A എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഓക്കെ, 69A പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും യെസ്, അപ്പോ ഓരോ സംസ്ഥാനത്തിനുള്ളിലുള്ള നെറ്റ്വർക്കിനെയാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ സംസ്ഥാനത്തിനകത്തും ഒരു സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സും ഓരോ ജില്ലയിലും ജില്ലാ ആസ്ഥാനങ്ങളും എന്ന തരത്തിലാണ് ഈ നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യെസ്, ആ രൂപത്തില് നമ്മുടെ കേരള സർക്കാരിന്റെ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് KSWAN കേട്ടോ. KSWAN, ഈ KSWANന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഉള്ളിലാണ് KFON വരുന്നത് കേട്ടോ. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഇല്ലേ, KFON, അത് KSWAN കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഉള്ളിലാണ്. അത് തമിഴ്നാട് കിട്ടുമോ, കർണാടക കിട്ടുമോ? ഇല്ല, അത് കേരളത്തിന്റെ ഉള്ളിൽ മാത്രമുള്ളതാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിന്റെ അണ്ടറിൽ വരുന്ന പിന്നെ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്ത്, ദരിദ്രരായ ആളുകൾക്ക് സൗജന്യ നിരക്കിലും അല്ലാത്തവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് കൊടുക്കുന്ന പദ്ധതിയായ KFON എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാത്തതല്ല, ഇത് എന്താണ്, അതിലേക്കാളും എല്ലാം മുകളിൽ നിൽക്കുന്ന, ടോട്ടലി കണക്ട് ചെയ്തിരിക്കുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പല നഗരങ്ങളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. 100 കിലോമീറ്റർ വൃത്ത പരിധിക്ക് പുറത്തുള്ളതിനെയൊക്കെ നമുക്ക് ഇതിനെ വാൻ എന്ന് പറയാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. സ്വകാര്യ കമ്പ്യൂട്ടറുകൾ ലാന്, മാന് കൂടാതെ മറ്റു വാനുകളും ഇതിൽ അംഗങ്ങളായിരിക്കും. ഇതിലെല്ലാം അംഗങ്ങളാണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ് വാൻ എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വാനിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്, ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഏത്, യെസ്, ഏത്, നമ്മുടെ ഇന്റർനെറ്റ് കേട്ടോ. വാനിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇത് ഇന്റർനെറ്റ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. വാനിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്റർനെറ്റ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതില് ലാൻ, മാൻ, വാൻ എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ നെറ്റ്വർക്ക് ടൈപ്പ്. അതിന്റെ ഇടയിൽ നമ്മൾ പഠിച്ച പാനും ക്യാനും സ്വാനും എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ടൈപ്പ് ആണ്. അതിൽ ക്യാൻ എന്ന് പറയുന്നത് വെർച്വൽ ടൈപ്പ് ആണ്. പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ, അതായത് പേഴ്സണൽ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ റീസെന്റ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ സമയത്തുള്ളതാണ് ഈ പാന് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതിൽ കൂട്ടത്തിൽ നമുക്ക് വെട്ടാൻ പറ്റുന്നത് ക്യാനാണ്. മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മൈൻഡിൽ ഉണ്ടായിരിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഫോട്ടോഷോപ്പ് കൂട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. KB, GB, MB, GB, TB അത് നമ്മൾ സിമ്പിൾ ആയിട്ട് കിട്ടി. ക്യാനും നമ്മൾ അടിച്ചു കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ജ്യൂസ് സ്റ്റാക്കിംഗ് നമ്മൾ പഠിച്ചു.
ഇനി PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഡീഫേക്ക് എന്നാൽ എന്താണ്? ഇത് വാർത്തകളിൽ ഇത് ഒരു കറണ്ട് അഫെയർ ആണ് ശരിക്കും ഇത് കേട്ടോ. കറണ്ട് അഫെയർസിൽ വരുന്നതാണ് ഡീഫേക്ക്. യെസ്, ഡീഫേക്ക്. ഇത് ചോദ്യം കാണുന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ കുറെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ വൈറസുകൾ ഇഷ്ടം പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് സുരക്ഷാ ഉപകരണമായിട്ട് ഇക്കൂട്ടത്തിൽ ഡീഫേക്ക് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഡീപ്പ് ഫേക്ക്, വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു AI ഉപകരണമാണ് എന്ന് ചിലപ്പോ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ, എത്താൻ പറ്റും. അതല്ലെങ്കിൽ ഡീഫേക്ക് ഒക്കെ ഒരുവിധം യൂത്തന്മാരൊക്കെ ഡീഫേക്കില് മുഖം എന്താ പറയാ വ്യാജമുഖമൊക്കെ ഉണ്ടാക്കി പരിശീലിച്ച ആളുകളും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് AI റിലേറ്റഡ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ടൂളുകൾ ഉണ്ട് അല്ലെ. യെസ്, AI എന്ന് പറയുന്നത് ഉപയോഗിച്ച് ഒരുപാട് ടൂളുകൾ ഉണ്ട്. നമ്മളൊന്നും കേൾക്കാത്തതായിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്, കോമൺ ആയിട്ട് വാർത്തകളിലൊക്കെ വന്നതാണ്. അപ്പൊ അത്തരം ടൂളുകളെ നമ്മൾ ഇനിയുള്ള പരീക്ഷയ്ക്ക് ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡീഫേക്ക് ചോദിച്ചു. ഇനി അപ്പുറത്ത് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹനുമാൻ കേട്ടോ. ഹനുമാൻ എന്താന്ന് ഞാൻ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് സെഷൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ പോവാ കേട്ടോ. അപ്പൊ ഡീഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന AI-യുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് പഠിച്ചിട്ട് വേണം പോയിട്ട് ഇതെല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കാൻ. PSC തന്നെ നമ്മളെ വഴിതെറ്റിക്കുകയാണോ? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ഇതൊന്നുമില്ല കേട്ടോ. ഡീപ് ഫേക്ക് എന്ന് അടിച്ചു നോക്കിയ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ആരുടെ ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കാം, ഏത് രൂപത്തിലേക്കാണ് മാറ്റേണ്ടതെന്നുള്ളത് കൊടുക്കാം കേട്ടോ. ഡീപ് ഫേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി തെറ്റില്ലല്ലോ. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന AI ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. യെസ്, അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് ഇതിനെ എത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ 4 എണ്ണവും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. യെസ്, അയ്യോ, പിന്നെ ഞാൻ നമ്മളവിടെ ലാനിലേക്ക് പോയപ്പോൾ വിട്ടുപോയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് 5ാമത്തെ ചോദ്യം. അതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. യെസ്, അത് സോഷ്യൽ മീഡിയയിൽ സജീവമായ എല്ലാ ചങ്കുകൾക്കും അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഏതായിരുന്നു ആ ചോദ്യം? താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഫേസ്ബുക്ക്, സുക്കർബർഗ് അല്ലെ. സുക്കർബർഗ് ഇൻസ്റ്റഗ്രാം വാങ്ങി. പിന്നെ വാട്സപ്പ് വാങ്ങി. അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ തുറക്കുമ്പോ തന്നെ ഇപ്പൊ എന്താ വരുന്നത്? പവേർഡ് ബൈ മെറ്റ. ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ എന്താ വരുന്നത്? പവേർഡ് ബൈ മെറ്റ. ഫേസ്ബുക്ക് പിന്നെ മെറ്റ. ഫേസ്ബുക്ക് ആണല്ലോ ആദ്യം മെറ്റയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത് അല്ലെ. അതായത് സുക്കറണ്ണന്റെ കമ്പനികളെല്ലാം അതെ, പവൽ ഡുറോവ് ആണ് ഈ പറയുന്ന പവൽ ഡുറോവ് ആണ് ടെലഗ്രാം കമ്പനിയുടെ ഓണർ കേട്ടോ. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും സുക്കർബർഗിന്റെ ആണെന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, മൈക്ക് ക്രിഗർ ആൻഡ് കെവിൻ സിസ്റ്റോം. എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്താണ്, ശരിയാണോ ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. മൈക്ക് ക്രിഗർ, കെവിൻ സിസ്റ്റോം ആൻഡ് മൈക്ക് ക്രിഗർ ആണ് ഇൻസ്റ്റഗ്രാമിന്റെ ഫൗണ്ടേഴ്സ്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. ഇൻസ്റ്റഗ്രാം ഫൗണ്ടേഴ്സ് മൈക്ക് ക്രിഗറെ കാണുന്നുള്ളല്ലോ. ആൻഡ് കെവിൻ സിസ്റ്റോം. മൈക്ക് ക്രിഗറും കെവിൻ സിസ്റ്റോം തന്നെയാണ് കേട്ടോ. ഇവരാണ് ആദ്യം ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? അത് ആര് വാങ്ങി? സുക്കർബർഗ് വാങ്ങി, ഫേസ്ബുക്ക് വാങ്ങി. എന്നിട്ട് ഇൻസ്റ്റഗ്രാമിനെയും ഈ പറയുന്ന വാട്സപ്പിനെയൊക്കെ ഒറ്റ കമ്പനിയിലേക്ക്, മെറ്റ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ലയിപ്പിച്ചു. ഇനി വാട്സപ്പ് പിന്നെ ജാൻ കൗം ആൻഡ് ബ്രയാൻ ആക്ടം, ഇവർ ഇത് ചോദിച്ചാണ് കേട്ടോ. ഇത് PSC ചോദിച്ചാണ്. ജാൻ ആൻഡ് ബ്രയാൻ ആക്ടോൺ, ജാൻ കൗമും ബ്രയാൻ ആക്ടവും കൂടെ ചേർന്നിട്ടാണ് വാട്സപ്പ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ മൈക്ക് ക്രിഗർ, ഇത് നമ്മളൊന്നും വിചാരിക്കാത്ത അത്രയും പൈസ കൊടുത്തിട്ടാണ് ഈ പറയുന്നതൊക്കെ വാങ്ങുക. അവർ ആയുഷ്കാലം അത് റൺ ചെയ്താലും ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിന് അത്രയും പൈസ കിട്ടൂലായിരുന്നു. ആ പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുക. അപ്പൊ മൈക്ക് ക്രിഗറും കെവിൻ സിസ്റ്റോമുമാണ്. മൈക്ക് ക്രിഗർ ആൻഡ് കെവിൻ സിസ്റ്റോം ആണ് ഇൻസ്റ്റഗ്രാം അതിന്റെ ഫൗണ്ടേഴ്സ്. ഇൻസ്റ്റഗ്രാം അവരുടെ ആയിരുന്നു, പിന്നീടാണ് സുക്കർബർഗ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഫേസ്ബുക്കിന്റെ പിന്നെ CEO, ഫൗണ്ടർ, പിന്നെ എല്ലാം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുക്കറണ്ണനാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ടെലഗ്രാം ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവൽ ഡുറോവ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. പവൽ ഡുറോവ്. ഇനി വാട്സപ്പ് ആരുടെയാണ്? ജാൻ കൗം ആൻഡ് ബ്രയാൻ ആക്ടോം എന്ന പോയിന്റും ഓർത്ത് വെക്കാം.
കേട്ടോ. ജാൻകോം ആൻഡ് ബ്രയൻ ആക്ടം എന്നും ഓർത്തു വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഒരുപാട് പേര് ഈ പറയുന്ന 5-ൽ 5 അടിച്ചവരുണ്ട്, LDC പരീക്ഷയ്ക്ക് 5 അടിച്ചവരുണ്ട്. ഡീപ് ഫേക്ക് ഒരു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം വിട്ട് 4 അടിച്ചവരും ഉണ്ട്. ഓക്കെ, യെസ്. എന്താണെങ്കിലും വളരെ സന്തോഷം. അപ്പൊ നമ്മൾ 6 മാസത്തോളായിട്ട് നമ്മൾ ചെയ്ത ക്ലാസ് ഒരു ഫേസ് കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ അതിനെ കണ്ടു. നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. ഞാൻ LDC കാരാണോ പറയുന്നത് കേട്ടോ. യെസ്, ഓക്കെ, LDC കാരോടാണ് പറയുന്നത്. യെസ്, അല്ലാത്ത ആളുകളെ അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ, ടൈപ്പിസ്റ്റുകാരെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ PSC ചോദിച്ച ചോദ്യമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഡീപ് ഫേക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ എഴുതാതിരിക്കുന്നതാണ് അവിടുത്തെ ഒരു സേഫ് കളി എന്ന് പറയുന്നത്. 5 അടിച്ചവരുണ്ട്, 4 അടിച്ചവരുണ്ട്. ഓക്കെ, അതിൽ കുറവ് അടിക്കേണ്ട കാര്യമില്ല. യെസ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. യെസ്, അപ്പോ അങ്ങനെ ഇനി 1-2 ചോദ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. സമയം എത്രയും കാലായിട്ടോ. ഇത് സെറ്റ് പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ ജ്യൂസ് ജാക്കിങ് ചോദിച്ചില്ലേ, പഠിച്ചില്ലേ? യെസ്, നിങ്ങൾ ഇതേപോലെ, ഇതിപ്പോ എനിക്കൊരു കുട്ടി അയച്ചു തന്നാണ്. ഇതേപോലെ കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് അയച്ചു തന്നോ കേട്ടോ. നമ്മുടെ ഓഫീസ് നമ്പറിൽ അയച്ചോ, 7510-11-665 അയച്ചോ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ വാട്ട് ഈസ് ഹനുമാൻ? A multi-modal AI tool capable of generating text, speech, videos more across various domains such as healthcare. അങ്ങനെയാണോ? അല്ല. Artificial intelligence startup launched by Ola founder has rolled out an AI chatbot in public beta similar to OpenAI ChatGPT, Google's Gemini. അതായത് നമ്മുടെ ChatGPTക്കും ഗൂഗിളിന്റെ ജെമിനിയൊക്കെ അതേ റേഞ്ചിലുള്ള തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിന് പകരമായിട്ട് ഇന്ത്യ നിർമ്മിച്ച ഒരു ചാറ്റ് ബോട്ടിന്റെ പേരാണ് എന്ത്? ഹനുമാൻ എന്ന് പഠിച്ചു വെക്കാം. ഒല ഫൗണ്ടർ കേട്ടോ. ഒല ഫൗണ്ടർ നിർമ്മിച്ചതാണ് എന്ത്? യെസ്, ഭാരത് GPT. നിങ്ങൾ കേട്ടിട്ടില്ലേ ഭാരത് GPT? യെസ്, ഇത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച, ചാറ്റ് GPTക്ക് ബദലായിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ചാറ്റ് ബോട്ടാണ് ഭാരത് GPT. ഇനി ഒല ഫൗണ്ടർ നിർമ്മിച്ചതാണ് എന്ത്? ഈ പറയുന്ന ഹനുമാൻ കേട്ടോ. ഹനുമാൻ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, ഇനി കൃത്രിം എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് നിർമ്മിച്ചത് ആരാന്നറിയാമോ? കൃത്രിം എന്ന് പറയുന്നത് അതും ഒലയുടെ തന്നെയാണ് കേട്ടോ. കൃത്രിം എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് നിർമ്മിച്ചതും ഏതാണ്? യെസ്, അത് ഒല തന്നെയാണ്. യെസ്, ഹനുമാൻ എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് നിർമ്മിച്ചതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ഒല ഫൗണ്ടർ തന്നെയാണ് എന്ന് പഠിച്ചോട്ടെ. ചാറ്റ് GPTക്കും ഗൂഗിൾ ജെമിനിക്കും ഒക്കെ പകരമായിട്ട് യെസ് നിർമ്മിച്ചത് ഈ പറയുന്ന ഹനുമാനാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, അതും PSC ചോദിച്ചാണ്. അപ്പൊ AI റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോ പലയിടത്തായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ. യെസ്, ഓക്കെ, യെസ്. ഇനി വേറെ ചോദ്യം ഉണ്ടോ? ഇല്ല. വേറെ. യെസ്, അപ്പൊ തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മളെ ഫണ്ടമെന്റലുമായി ബന്ധപ്പെട്ട, കമ്പ്യൂട്ടർ ഫണ്ടമെന്റലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. യെസ്, ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പക്ക ആണെന്ന് വിചാരിക്കുന്നു. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും യെസ് അതിനനുസരിച്ചുള്ള കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഒരു മിനിറ്റ്, ഇന്നത്തെ പരീക്ഷയിൽ ഖാദി ബോർഡിന്റെ 2 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ഒരു ചോദ്യം ഏതായിരുന്നു? ഖാദി ബോർഡ് മെയിൻസ് പരീക്ഷയിൽ 3 ചോദ്യമേ ഉള്ളൂ കമ്പ്യൂട്ടർ കേട്ടോ. അതൊന്ന് നോക്കട്ടെ. തിരക്കുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും സേഫ് അല്ലേ? വയനാട്ടുകാരുണ്ടോ ആരെങ്കിലും? രണ്ടെണ്ണം ഇപ്പൊ നമുക്ക് കിട്ടി. മൂന്നാമത്തേതായിരുന്നു? ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് തരം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ വരുന്നു? ഓക്കെ, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് തരം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്പൺ ഓഫീസ് റൈറ്റർ യെസ് ഏതാണ്? ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണ്. സിമ്പിൾ ചോദ്യം അല്ലെ? ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു? ഓപ്ഷൻ എ വേർഡ് പ്രോസസർ. ബാക്കി ഓപ്ഷൻ വേണോ? ഇത് ഇന്ന് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ബി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഇമേജ് എഡിറ്റർ. ഓപ്ഷൻ സി ഇമേജ് എഡിറ്റർ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. യെസ്. ബാക്കി ഓപ്ഷൻസിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ബാക്കി ഓപ്ഷൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഇത്
റൈറ്റർ പോലെ തന്നെ കാൽക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാൽക്ക് അല്ലെ. ഇനി പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് എന്ത്, ഇംപ്രസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംപ്രസ്. ഓക്കെ, ഇനി ഇമേജ് എഡിറ്റിംഗ് പിന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. അപ്പോ റൈറ്റർ എന്ന് പറയുന്നത് നമ്മളെ വേർഡ് ഇല്ലേ, മൈക്രോസോഫ്റ്റ് വേർഡ്, അതിന് തുല്യമായിട്ടുള്ളതാണ് ഏത്, റൈറ്റർ. കാൽക്ക് എന്ന് പറയുന്നത് എക്സലിന് തുല്യമായിട്ടുള്ളതാണ്. ഇംപ്രസ് എന്ന് പറയുന്നത് പവർ പോയിന്റിന് തുല്യമായിട്ടുള്ള ലിനക്സിലെ സോഫ്റ്റ്വെയർസ് ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, യെസ്. അപ്പൊ ആ കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ നല്ല മഴയാണ്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, റിവിഷൻ ചെയ്യുക, പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു.